ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. യൂണിറ്റ് 2 ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന് പറയുന്ന ലെസണിലത്തെ ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, യു ഹാവ് റീഡ് അബൌട്ട് ആര്യാസ് ഡ്രീംസ്. ഡു യു ഹാവ് ഡ്രീംസ്? അപ്പോൾ എന്താണ് കൂട്ടുകാർ, നമ്മൾ എന്ത് ചെയ്തു? ആര്യയുടെ ഡ്രീംസിനെ കുറിച്ചിട്ട് പഠിച്ചു. ഡു യു ഹാവ് ഡ്രീംസ്? നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ആവേണ്ടത്? റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം. നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ചിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ആവേണ്ടത്, ആ ഡ്രീമിനെ കുറിച്ചിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് എഴുതാം, യെസ് ഐ ഹാവ് ഡ്രീംസ് ഇൻ മൈ ലൈഫ്. എന്താണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ട്. മൈ ഡ്രീം ഇസ് ബിക്കം എ മാജിക്കൽ ടീച്ചർ. ഒരു മാജിക്കൽ ടീച്ചർ, ഒരു നല്ലൊരു ടീച്ചർ ആവുക എന്നതാണ് എൻ്റെ ഡ്രീം. ഐ വാണ്ട് ടു ഹെൽപ്പ് അതേഴ്സ് ലേൺ ആൻഡ് ഗ്രോ ആൻഡ് മേക്ക് എ സ്കൂൾ എ ഫൺ ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസ്. അപ്പോൾ എന്താണ് എനിക്ക് വേണ്ടത് എന്താ? മറ്റുള്ളവരെ ഇങ്ങനെ വളർത്തുക, അതുപോലെ തന്നെ സ്കൂളിനെ ഒരു മാജിക്കലായിട്ടും ഒരു എക്സൈറ്റഡ് പ്ലേസും, കുട്ടികൾക്ക് എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സൈറ്റിംഗ് പ്ലേസ് ആയിട്ട് സ്കൂളിനെ മാറ്റുക. ഐ ഡ്രീം ഓഫ് ഹാവിങ് എ ക്ലാസ് റൂം ദാറ്റ്സ് ലൈക്ക് എ വണ്ടർലാൻഡ് വേർ സ്റ്റുഡൻസ് ക്യാൻ എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ്. അപ്പോൾ ഈ കുട്ടികൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ പുതിയ അറിവ് കിട്ടാനുമുള്ള ഒരു വണ്ടർലാൻഡ്, കുട്ടികൾ എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടർലാൻഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ഉണ്ടാക്കുക എന്നൊക്കെയാണ് എൻ്റെ ഡ്രീം. ആസ് എ മാജിക്കൽ ടീച്ചർ ഐ ഹാഡ് മേക്ക് ലെസൺസ് കം അലൈവ് വിത്ത് സ്റ്റോറീസ്, ഗെയിംസ് ആൻഡ് അഡ്വെഞ്ചേഴ്സ്. അപ്പോൾ ഒരു മാജിക്കൽ ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് എന്താണ്, ഈ സ്റ്റോറീസിലൂടെയും ഗെയിംസിലൂടെയും അഡ്വെഞ്ചേഴ്സിലൂടെയും ഒക്കെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മാജിക്കൽ ടീച്ചർ ആവുക എന്നതാണ് എൻ്റെ ആഗ്രഹം. Activity 2 and the activity 2, here is a timeline of Arya's aspirations and dreams. Complete the timeline and write a few sentences about it. അപ്പോൾ എന്താണ്, ഒരു ടൈം ലൈനാണ് ആര്യയുടെ ഡ്രീംസിനെ കുറിച്ചിട്ട് ഒരു ടൈം ലൈനാണ് കൊടുത്തിട്ടുള്ളത്. 4 വയസ്സായപ്പോൾ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവണം എന്നായിരുന്നു നമ്മുടെ ആര്യയുടെ ആഗ്രഹം. അതുപോലെ 8, 12, 18 വയസ്സായപ്പോൾ എന്താണ് ആഗ്രഹം എന്ന് എഴുതി കൊടുക്കുക. 8 വയസ്സായപ്പോൾ എന്തായിരുന്നു ആഗ്രഹം? ആര്യയ്ക്ക് കൽപ്പന ചൗള ഒരു ആസ്ട്രോണറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. ഇനി 12 വയസ്സായപ്പോൾ അതൊരു ഏവിയേറ്റർ ആവണം, അതായത് അമേലിയ എർഹാപ്റ്റിനെ പോലെ ഒരു ഏവിയേറ്റർ ആകണമെന്നായിരുന്നു 12 വയസ്സായപ്പോൾ ആര്യയുടെ ആഗ്രഹം. ഇനി 18 വയസ്സായപ്പോഴോ ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു ആര്യയുടെ ആഗ്രഹം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് about it. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കുറച്ച് സെൻറ്റൻസ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ഇനി അത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എന്താ, when Arya was 4 years old she wanted to become a trapeze artist like റോസമ്മ. അപ്പോൾ എന്താണ്, ആര്യയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ ആര്യയ്ക്ക് എന്താണ്, ഈ റോസമ്മനെ പോലെ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. ഫ്ലൈയിങ് ത്രൂ ദ എയർ ആൻഡ് വെയറിങ് ഗ്ലിറ്ററിങ് ക്ലോത്ത്സ്. അപ്പോൾ എന്താണ്, ഈ എയറിലൂടെ ഇങ്ങനെ ഫ്ലൈ ചെയ്യുക മാത്രമല്ല ഈ തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഓക്കെ, ബൈ ദ ഏജ് ഓഫ് 8 she was inspired by Kalpana Chawla and dreamed of becoming an astronaut, even making and wearing an orange space suit. അപ്പോൾ എന്താണ്, 8 വയസ്സായപ്പോൾ കൽപ്പന ചൗളയുടെ പോലെ ഒരു ആസ്ട്രോനറ്റ് ആവണമെന്നായിരുന്നു പിന്നീട് ആഗ്രഹം. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ടും ഉണ്ടാക്കി. At 12 Arya admired Amelia Earhart and built a model plane for a school project, even getting a haircut like Amelia. അപ്പോൾ എന്താണ്, 12 വയസ്സായപ്പോൾ അമേലിയ എർഹാർട്ടിൻ്റെ പോലെ ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എന്ത് ചെയ്തു, സ്കൂൾ പ്രോജക്റ്റിന് ഒരു പ്ലെയിൻ മോഡൽ ഉണ്ടാക്കുകയും ചെയ്തു. മാത്രമല്ല എന്ത് ചെയ്തു, അമേലിയയുടെ പോലെ മുടി കട്ടിയും ചെയ്തു. ഫൈനലി അറ്റ് 18, അപ്പോൾ ലാസ്റ്റ് 18 വയസ്സായപ്പോഴോ ആര്യ ആസ്പയർഡ് ടു ബി എ ഫൈറ്റർ പൈലറ്റ്. അപ്പോൾ ആര്യയ്ക്ക് എന്തായിരുന്നു, ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. ഇൻസ്പയർഡ് ബൈ ദ ഫസ്റ്റ് വിമൻ ഇൻ ഇന്ത്യ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ്. അപ്പോൾ എന്താണ്, ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫൈറ്റർ പ്ലെയിൻ ഓടിച്ചിട്ടുള്ള ഫസ്റ്റ് വിമനെ ഇൻസ്പയർഡ് ആയിട്ടാണ് അങ്ങനെ
ആവണമെന്ന് ആഗ്രഹിച്ചത്. ആര്യ വർക്ക്ഡ് ഹാർഡ് ആൻഡ് സ്റ്റഡി ഹാർഡ് ടു അച്ചീവ് ഹെർ ഡ്രീംസ്. അപ്പോൾ ആര്യ എന്ത് ചെയ്തു? നന്നായി വർക്ക് ചെയ്തു, നന്നായി പഠിച്ചു. അവളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ നന്നായി വർക്ക് ചെയ്തു, നന്നായി പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മുടെ ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.